എൻ്റെ പേര് ലവീന. ഞാനിവിടെ എറണാകുളത്ത് തൈക്കുടത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ലേക്ക് ഷോറിൽ 2 വർഷം മുമ്പ് യൂട്രസിൽ ഫൈബ്രോയിഡുമായിട്ട് വന്നിരുന്നു. അന്ന് ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടർ. അതനുസരിച്ച് ചെയ്തു. ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. എൻ്റെ ഏജ് കുറവായതുകൊണ്ട് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാം, നോക്കിയിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത്. പക്ഷേ ആ സർജറിക്ക് ശേഷം കുറേ നാളത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടി. ഒന്ന് ചെരിഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ളൊരു ഇലാസ്റ്റിക്കുള്ളൊരു ഡ്രസ്സ് ഇടാനോ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിരുന്നു കുറേ നാൾ. അതിന് ശേഷം ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ഫൈബ്രോയിഡ്സ് ഗ്രോ ചെയ്യുന്നതായി കണ്ടു. പിന്നീട് ഈ 2 മാസം മുമ്പ് ഡോക്ടർ സ്മിത ജോയിയെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറിൻ്റെ സജഷൻ പ്രകാരം യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി. അപ്പോൾ ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. റോബോട്ടിക് പുതിയ ടെക്നോളജിയാണ്, അപ്പോൾ അത് തന്നെയായിരിക്കും നല്ലത്. പെയിൻ കുറവായിരിക്കും, ബ്ലഡ് ലോസ് കുറവായിരിക്കും, റെസ്റ്റും എല്ലാ കാര്യങ്ങളും കുറവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ നവംബർ 30 റോബോട്ടിക് സർജറി ചെയ്ത് യൂട്രസ് റിമൂവ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്തു. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഭയങ്കരമായ വ്യത്യാസമാണ്. പെയിൻ ഒട്ടും തന്നെ ഇല്ലയെന്ന് പറയാം. ചരിഞ്ഞു കിടക്കാനോ ഒരു സർജറി ചെയ്ത ഫീൽ പോലും ഉണ്ടായിരുന്നില്ല. വയറിന് ചെറിയൊരു വെയിറ്റ് പോലെ തോന്നുന്നു എന്നല്ലാതെ തുടക്കം തൊട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നോർമലായിട്ട് പുറത്ത് പോകാനും ബാക്കി കാര്യങ്ങളൊക്കെ നോർമലായിട്ടൊക്കെ ചെയ്യാനും പറ്റി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ റോബോട്ടിക് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത്.